അങ്ങനെ 16-ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെയും തെരഞ്ഞെടുത്തു. കോൺഗ്രസ് അംഗം ഷാനിമോൾ ഉസ്മാനാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലെത്തിയിരിക്കുന്നത്. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾക്ക് 99ഉം LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച CPIയിലെ മുഹമ്മദ് മുഹ്സിന് 34 വോട്ടുകളുമാണ് ലഭിച്ചത്. UDF MLAമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, സന്ദീപ് വാര്യർ എന്നിവർ സഭയിലെത്തിയില്ല. സ്പീക്കർ വോട്ട് രേഖപ്പെടുത്തിയതുമില്ല. താൻ വോട്ട് രേഖപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ സ്പീക്കർ വിട്ടുനിൽക്കുകയായിരുന്നു. അതാണ് ഷാനിമോൾക്ക് 99 വോട്ടുകൾ കിട്ടാൻ കാരണം. മറുവശത്ത് CPM MLA CK ഹരീന്ദ്രൻ ഇല്ലാഞ്ഞതിനാൽ LDFന് ഒരു വോട്ടും കുറഞ്ഞു 34 വോട്ടുകളാണ് ലഭിച്ചത്. BJP വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. സ്പീക്കറുടെ ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ കസേരയിലേക്ക് നടന്നെടുത്തപ്പോൾ അത് മറ്റൊരു ചരിത്രമായി. 35 വർഷങ്ങൾക്ക് ശേഷമാണ് കസേരയിൽ ഒരു വനിത സ്ഥാനം പിടിക്കുന്നത്. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ തന്നെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ എന്നത് വനിതകളോട് ഇക്കാലം അത്രയും രണ്ട് മുന്നണികളും സ്വീകരിച്ച നിലപാട് തുറന്നു കാട്ടുന്നുണ്ട്. ഇത്തവണ കോൺഗ്രസ് പാർട്ടിയിൽ മന്ത്രിസ്ഥാനം വീതം വെച്ചപ്പോൾ മത-സാമുദായിക പ്രാതിനിധ്യം അളവുകോലായപ്പോൾ അവസരം നഷ്ടപ്പെട്ടയാളാണ് ഷാനിമോൾ ഉസ്മാൻ. ആലപ്പുഴ ജില്ലയിലെ അരൂർ മണ്ഡലത്തിൽ നിന്ന് 9324 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഷാനിമോൾ വിജയിച്ച് ഇത്തവണ നിയമസഭയിലെത്തിയത്. നിയമസഭയിലേക്ക് 2ാമത്തെ ജയമാണ്. തിരിച്ചടികളിൽ പതറാതെ പാർട്ടിയിൽ അടിയുറച്ചു നിന്ന് പണിയെടുത്ത് നേടിയ വിജയമാണ്. 6 തവണയാണ് ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിൽ 4 തവണയും പരാജയപ്പെട്ടു. 2011, 16 വർഷങ്ങളിൽ പെരുമ്പാവൂർ, ഒപ്പം തന്നെ ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലങ്ങളിലേക്കും 2019 ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടു. 2019 ഉപതെരഞ്ഞെടുപ്പിൽ അരൂരിൽ നിന്നാണ് ആദ്യ ജയം. 2006 മുതൽ CPM കൈയടക്കി വെച്ചിരുന്ന മണ്ഡലമാണ് ഷാനിമോൾ അന്ന് പിടിച്ചെടുത്തത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാനിമോളെ തോൽപ്പിച്ചുകൊണ്ട് AM ആരിഫ് ലോക്സഭയിലേക്ക് പോയി. തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. 2000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണെന്ന് ഷാനിമോൾ ഉസ്മാൻ അവിടെ നിന്നും വിജയിക്കുന്നത്. എന്നാൽ 2021 പൊതുതെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് നിലനിർത്താൻ ഷാനിമോൾ ഉസ്മാന് കഴിഞ്ഞില്ല. എങ്കിലും 2026 ഒരിക്കൽ കൂടി പാർട്ടി അവസരം നൽകുകയായിരുന്നു. ആ വിശ്വാസം ഇത്തവണ ഷാനിമോൾ ഉസ്മാൻ കാക്കുന്നതാണ് നമ്മൾ കണ്ടത്. മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നപ്പോൾ പാർട്ടി നൽകിയ മറ്റൊരു അംഗീകാരമാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി. ഈ പദവിയിലെത്തുന്ന 2ാമത്തെ കോൺഗ്രസ് വനിതയാണ് ഷാനിമോൾ. 1960 മുതൽ 64 വരെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന നഫീസത്ത് ബീവിയാണ് ഇക്കാര്യത്തിൽ ഷാനിമോൾക്ക് മുന്നിലുള്ളത്. കേരള നിയമസഭയിലെ ആദ്യ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ KO ഐഷ ബീവി ആയിരുന്നു. 1957 മുതൽ 59 വരെയാണ് കാലയളവ്. 1987 മുതൽ 91 വരെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ഭാർഗവി തങ്കപ്പനാണ് ആ പദവിയിലെത്തിയ 3ാമത്തെ വനിത. ഇപ്പോൾ നീണ്ട 35 വർഷങ്ങൾക്ക് ശേഷം ഷാനിമോൾ ഉസ്മാനിലൂടെ വീണ്ടും ഒരു വനിതയെ ആ കസേരയിൽ എത്തിച്ചതിൽ കോൺഗ്രസ് പാർട്ടിക്കും അഭിമാനിക്കാം. വേറൊരു രസകരമായ വസ്തുത കൂടി ഡെപ്യൂട്ടി സ്പീക്കറുമായി ബന്ധപ്പെട്ടുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ ഭരണപക്ഷത്ത് നിന്നാണെങ്കിലും പക്ഷേ സ്ഥാനം പ്രതിപക്ഷ നിരയിലാണ് എന്നതാണ്. പ്രതിപക്ഷ നിരയിലെ ആദ്യ കസേരയാണ് ഡെപ്യൂട്ടി സ്പീക്കർക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് വലതുവശത്തായിട്ടാണ് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാന്റെ സ്ഥാനം. സ്പീക്കർ ചെയർ വിട്ടാൽ പിന്നീട് സഭ നിയന്ത്രിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്.